അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണിപ്പോൾ. രേണുവിന്റെ റീൽസും ഷോർട്ട് ഫിലിമുമെല്ലാം വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. അടുത്തിടെ രേണുവിന്റെ ഒരു ഇന്റർവ്യൂവും ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രേണുവിനെ പിന്തുണച്ചാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ശാരിക എന്ന ഫ്രീലാൻസ് അവതാരക ചെയ്ത അഭിമുഖമായിരുന്നു ഇത്. ശാരികയുടെ ചോദ്യങ്ങളുടെ സ്വഭാവത്തെയും രീതിയെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പലരും കമന്റ് ചെയ്തിരുന്നത്. ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശാരിക. സ്പീച്ച് മേക്കർ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശാരികയുടെ പ്രതികരണം. ശാരികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ചാനൽ തുറക്കുന്നത് റിവ്യൂ പറയാനാണ്. കുറേ പേർക്ക് അറിയുമായിരിക്കും സ്പീച്ച് മേക്കർ എന്ന ചാനൽ. ശാരിക എന്ന ആങ്കർ ന്യൂസ് റീഡർ നടത്തുന്ന ചാനലാണ് സ്പീച്ച് മേക്കർ എന്നത്. മോണിറ്റൈസേഷൻ ആകാത്ത ഒരു ചാനലാണ്. അതുകൊണ്ട് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല. എനിവേ, രേണു സുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ ഞാൻ ഹോസ്റ്റ് ആയിക്കൊണ്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം. അതിൽ രേണു സുധി ഗസ്റ്റായി വന്നിരുന്നു. ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം മൈൽസ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. കൃത്യമായി പറഞ്ഞാൽ 2024 മെയ് തൊട്ടാണ് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യാൻ തുടങ്ങിയത്. ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല. പക്ഷേ ഡിബേറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസും വൈറലാകാറുണ്ട്. ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ തീയാണ്. അതിൻ്റെ സിമ്പിൾ പോലും തീയാണ്. അതിലിരുന്നാൽ നമ്മൾ എപ്പോഴും പൊള്ളും. തീ തൊട്ടാൽ പൊള്ളും അല്ലേ? അതാണ് ആ പ്രോഗ്രാമിൻ്റെ തീം. ഞാൻ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ക്യൂട്ട്നെസ് വാരി വിതറാത്തത് കൊണ്ടും മൈൽസ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് രേണു സുധി എന്ന വ്യക്തിയെ ഗസ്റ്റായി ഹോസ്റ്റ് ചെയ്യുന്നത്. 2025 മെയ് 12-നാണ് രേണുവിനെ വിളിക്കുന്നത് എന്നാണ് ഓർമ്മ. രേണു സുധി എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യം പറയാം. ആ വ്യക്തി ചെയ്ത റീൽസ് ചെയ്യുന്ന കാലം തൊട്ട് പച്ചത്തെറി വിളിച്ചവരാണ് മലയാളികൾ. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എൻ്റെ ഡിബേറ്റ് വെച്ചിട്ട്, ലൈവ് വെച്ചിട്ട് എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ആളാണ്. പുകഴ്ത്തി എന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. രേണു സുധി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ താഴെ വന്ന് താങ്ക് യു ശാരിക എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. ഞാനും രേണു സുധിയും ഈ ഇന്റർവ്യൂസിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയുമില്ല. രേണു സുധിയെ തെറി പറയാത്ത ആൾക്കാരിൽ 1% പേരിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. സോ അങ്ങനെ ഇരിക്കെ രേണു സുധിയെ ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ശരിയാകുമോ? കാരണം ഞാൻ ഇവരെക്കുറിച്ച് ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അപ്പോൾ ശാരികയ്ക്ക് അറിയാമല്ലോ ഈ ഷോ എന്താണെന്ന്. രേണു സുധിയെക്കുറിച്ച് വ്യക്തമായി അറിയാമല്ലോ എന്ന്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ മീറ്റ് ചെയ്തു. മറ്റുള്ള ഹോസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ വിനയം